പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്നിട്ട് 3/4 മണിക്കൂർ പ്രസംഗിച്ചൊരു ആഴ്ചത്തെ തന്റെ ദൗത്യം തീർത്തിട്ട് ഇറങ്ങിപ്പോവുകയല്ല. തന്നോടൊപ്പം തന്നെ സ്നേഹിച്ച് തന്റെ പിന്നിൽ കൂടിയ സഹാബത്ത് എന്ന് പറയുന്ന അനുചരന്മാരുടെ അരികിൽ ചെന്ന് അവരുടെ ദുഃഖങ്ങൾ അറിഞ്ഞു, അവരുടെ വേദനകൾ മനസ്സിലാക്കി, അവരുടെ ആവശ്യങ്ങൾ അന്വേഷിച്ചു, അവരുടെ പ്രയാസങ്ങളെ തിരിച്ചറിഞ്ഞു, അവരോടൊപ്പം ചേർന്നു. ചിലപ്പോൾ അവരെ നെഞ്ചോട് ചേർത്തണച്ചു കൂട്ടി. ഒന്നും കയ്യിൽ കൊടുക്കാനില്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്തു. യാ റസൂലല്ലാഹ്, എനിക്ക് പഠിച്ചിട്ടൊന്നും തലേ കയറുന്നില്ല. ഒരാൾ വന്ന് വിഷമം പറയാം, എനിക്ക് പഠിച്ചിട്ടൊന്നും തലേ കയറുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിച്ചിട്ടൊന്നും തലേ കയറുന്നില്ല എന്ന് പറയുന്ന ആളിനെ മാറോട് ചേർത്തൊന്ന് കെട്ടിപ്പിടിച്ചു. മറ്റൊരു ഹദീസിൽ, മറ്റൊരു സംഭവത്തിൽ നബി തങ്ങളുടെ തലപ്പാവെടുത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മൂടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിലെ കറാമത്തും മുഅ്ജിസത്തും ഒക്കെ നോക്കാനാണ് നടക്കുന്നത്. അല്ല, തന്നോടൊപ്പം നിൽക്കുന്നവന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ, തന്നിൽ വിശ്വസിച്ച് തന്റെ പിന്നിൽ കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ, കയ്യിൽ കൊടുക്കാനൊന്നുമില്ലെങ്കിലും അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവനെ ഒന്ന് ആലിംഗനം ചെയ്യാൻ, അവനെ ഒന്ന് അടച്ചു ചേർക്കാൻ, വേണ്ടി വന്നാൽ അവനൊരു മുത്തം കൊടുക്കാൻ, ഒരു മുത്തം കൊടുക്കാൻ. ഒന്നുമില്ലാതെയാകുമ്പോൾ അവന്റെ നെഞ്ചകത്ത് ഇങ്ങനെ തൃക്കരങ്ങളെ കൊണ്ട് സ്പർശിച്ചിട്ട്, അല്ലാഹുവേ നീ ഇവനെ സംരക്ഷിക്കണേ, അല്ലാഹുവേ നീ ഇവനെ പഠിപ്പിക്കണേ, അല്ലാഹുവേ നീ ഇവനെ പഠിപ്പിക്കണേ. പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രാർത്ഥന കിട്ടുമ്പോൾ, ഒരു തലോടൽ കിട്ടുമ്പോൾ, ഒരു തലോടൽ, പ്രിയപ്പെട്ടവരെ, ഒരു തലോടൽ അത് കിട്ടിയ സഹാബ് അവരുടെ ജീവിതം മുഴുവൻ അത് ആസ്വദിച്ചുകൊണ്ട് കഴിഞ്ഞു.